ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുൾ സ്റ്റാക്ക് സൊല്യൂഷൻസ്. ലാസ്റ്റ് എപ്പിസോഡിലെ കാറ്റഗറി ഓഫർ ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇനി നമുക്ക് കാറ്റഗറി ലിസ്റ്റ് ചെയ്യുന്നതും അൺലിസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ പ്രോജക്റ്റിലേക്ക് ആഡ് ചെയ്യാം. സോ നമുക്കതിന് വേണ്ടിയിട്ട് നമ്മുടെ കാറ്റഗറി പേജിൽ വന്നതിന് ശേഷം ടേബിളിൽ നമ്മൾ ആദ്യത്തെ കോളത്തിൽ നെയിം, ദെൻ ഡിസ്ക്രിപ്ഷൻ, ദെൻ നെക്സ്റ്റ് ഓഫർ എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ബട്ടണിൽ ഓഫർ ആഡ് ചെയ്യാനുള്ളതും റിമൂവ് ചെയ്യാനുള്ള ബട്ടൺസ് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള കോളത്തിൽ നമ്മുടെ ലിസ്റ്റിങ്ങിൻ്റെ സ്റ്റാറ്റസ് ഡിസ്പ്ലേ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ നമുക്ക് എഴുതാം, ഒരു ഇഫ് കേസ്. സോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, കാറ്റഗറി ലിസ്റ്റഡ് ആണെന്ന് ചെക്ക് ചെയ്യണം. കാറ്റഗറി ഡോട്ട് ഈസ് ലിസ്റ്റഡ്. സോ ഈസ് ലിസ്റ്റഡ് ആണെങ്കിൽ ലിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്പാനിൽ ഡിസ്പ്ലേ ചെയ്തു. നമുക്ക് ഇഫ് കേസ് ക്ലോസ് ചെയ്യാം. ദെൻ എൽസ് കേസിൽ സ്റ്റാറ്റസ് അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യാം. നമുക്ക് സ്പാനിങ്ങിൻ്റെ എൻഡിൽ എൽസ് കേസ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ലിസ്റ്റ് ചെയ്യാനും അൺലിസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ഇംപ്ലിമെൻ്റ് ചെയ്യാം. നെക്സ്റ്റ് കോളത്തിൽ അഗെയിൻ നമുക്ക് ഇഫ് കേസ് ചെക്ക് ചെയ്യണം, കാറ്റഗറി ലിസ്റ്റഡ് ആണെന്ന്. ദെൻ ഇഫ് കേസ് നമുക്ക് ബട്ടൻ്റെ താഴെ ക്ലോസ് ചെയ്യാം. സോ ലിസ്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ലിസ്റ്റഡ് ആണെങ്കിൽ അൺലിസ്റ്റ് ചെയ്യാനുള്ള റൂട്ട് നമുക്കിവിടെ പോയിന്റ് ചെയ്യണം. സോ നമ്മുടെ റൂട്ട് വരുന്നത് അൺമിൻ റൂട്ടിൽ നമുക്ക് റൂട്ടിന് ലിസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞുള്ള ഒരു നെയിം കൊടുക്കാം. ദെൻ നമ്മൾ ക്വറി പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിൽ നിന്ന് കാറ്റഗറി ഐ ഡി ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യുന്നു. സോ ഐ ഡി ഈക്വൽ ടു ദെൻ കാറ്റഗറി ഡോട്ട് ഐ ഡി. ദെൻ താഴെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യാം. താഴെ ഇവിടെ നമുക്കിവിടെ എൽസ് കേസിൽ അൺലിസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യണം. നമുക്ക് എൽസ് കേസ് ഇവിടെ ക്ലോസ് ചെയ്യാം. ദെൻ മുകളിൽ കോപ്പി ചെയ്ത റൂട്ട് താഴെ പേസ്റ്റ് ചെയ്യാം. ദെൻ നമുക്ക് റീനെയിം ചെയ്തിട്ട് ലിസ്റ്റ് എന്നുള്ളത് അൺലിസ്റ്റ് കാറ്റഗറി എന്ന് കൊടുക്കാം. റൂട്ട് ഡിഫൈൻ ചെയ്യാം. റൂട്ടർ ഡോട്ട് ഗെറ്റ് ആദ്യത്തെ റൂട്ട് വന്നിട്ട് ലിസ്റ്റ് കാറ്റഗറി. കാറ്റഗറി കൺട്രോളർ ഡോട്ട് ഗെറ്റ് ലിസ്റ്റ് കാറ്റഗറി. നമുക്ക് അടുത്ത റൂട്ട് ഇപ്പോൾ തന്നെ ഡിഫൈൻ ചെയ്യാം. റൂട്ടർ ഡോട്ട് ഗെറ്റ് അൺലിസ്റ്റ് കാറ്റഗറി. ഗെറ്റ് അൺലിസ്റ്റ് കാറ്റഗറി.
നമുക്ക് ഗെറ്റ് ലിസ്റ്റ് കാറ്റഗറി ഡിഫൈൻ ചെയ്യാം. നമുക്ക് ID ആക്സസ് ചെയ്യാം. ക്വറി പാരാമീറ്റർ വഴിയുള്ള ID നമ്മൾ ആക്സസ് ചെയ്തു. ഈ ID യൂസ് ചെയ്തിട്ട് നമുക്ക് കാറ്റഗറിയിലുള്ള ഈസ് ലിസ്റ്റഡ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഈസ് ലിസ്റ്റഡ് ഫാൾസ് ആയിട്ട് സെറ്റ് ചെയ്തു. നമുക്ക് ഈ ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത അൺലിസ്റ്റ് കാറ്റഗറി ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് ഗെറ്റ് അൺലിസ്റ്റ് കാറ്റഗറി ട്രൈ ക്യാച്ചിനകത്ത് നമുക്ക് ഫംഗ്ഷൻ എഴുതാം. നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ ID ക്വറി പാരാമീറ്ററിൽ നിന്ന് ആക്സസ് ചെയ്യുന്നു, ദെൻ കാറ്റഗറി അപ്ഡേറ്റ് ചെയ്യുന്നു. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഗെറ്റ് അൺലിസ്റ്റ് കാറ്റഗറി. യെസ്, അൺലിസ്റ്റ് ലിസ്റ്റ് ചെയ്തു. ദെൻ അവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ആവുന്നുണ്ട്. സോ ഇപ്പോൾ സ്റ്റാറ്റസ് അൺലിസ്റ്റ് ആണ്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അൺലിസ്റ്റഡ് ഈസ് ലിസ്റ്റഡ് ഫാൾസ് ആയിട്ട് സ്റ്റാറ്റസ് മാറി. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡിൽ ലിസ്റ്റ് കാറ്റഗറിയും അൺലിസ്റ്റ് കാറ്റഗറിയാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡിൽ
കാറ്റഗറി എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ ബൈ.